ഈ ലോകം നീതിയുക്തമാണോ? നമ്മൾ കുട്ടിക്കാലം മുതൽ കേട്ടുവളർന്ന ഒരു കാര്യമുണ്ട്: നന്മ ചെയ്താൽ നന്മ ലഭിക്കും. എന്നാൽ വളർന്നുവരുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകൾ മറ്റൊന്നാണ്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കൂ. എത്രയോ രാത്രികളിൽ നിങ്ങൾ കണ്ണീരോടെ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്, എനിക്ക് മാത്രം എന്താ ഇങ്ങനെയെന്ന്. നിങ്ങൾ ആരെയും ചതിച്ചിട്ടില്ല, കഠിനാധ്വാനം ചെയ്തു. 10ൽ 2 രൂപ കിട്ടിയാലും അത് സത്യസന്ധമായ വഴിക്കായിരിക്കണമെന്ന് നിങ്ങൾ നിർബന്ധം പിടിച്ചു. എന്നിട്ടും നിങ്ങളുടെ ജീവിതം ഇന്നും ആ പഴയ വാടക വീട്ടിലോ തീരാത്ത കടങ്ങളിലോ കുടുങ്ങിക്കിടക്കുകയാണ്. നിങ്ങളുടെ മക്കൾക്ക് ഒരു നല്ല വസ്ത്രം വാങ്ങിക്കൊടുക്കാൻ പോലും നിങ്ങൾ 10 തവണ ആലോചിക്കേണ്ടി വരുന്നു. അതേസമയം നിങ്ങളുടെ കൺമുന്നിൽ ചിലർ പന പോലെ വളരുന്നത് നിങ്ങൾ കാണുന്നില്ലേ? മറ്റുള്ളവരുടെ സ്വത്ത് തട്ടിയെടുത്തവർ, പാവപ്പെട്ടവന്റെ വിയർപ്പിന്റെ വില നൽകാത്തവർ, അധികാരവും സ്വാധീനവും ഉപയോഗിച്ച് നീതിയെ വിലയ്ക്ക് വാങ്ങിയവർ. അവർ ആഡംബര കാറുകളിൽ പറക്കുന്നു, വലിയ കൊട്ടാരങ്ങൾ പണിയുന്നു. അവർ സമൂഹത്തിൽ മാന്യന്മാരായി ചമഞ്ഞു നടക്കുന്നു. ഇത് കാണുമ്പോൾ നമ്മുടെ ഉള്ളിലെ നന്മ വിറങ്ങലിച്ചുപോകും. സത്യസന്ധമായി ജീവിച്ചിട്ട് എന്തു ഗുണം എന്ന ചോദ്യം നിങ്ങളുടെ ഉള്ളിൽ ഒരു കാട്ടുതീ പോലെ പടരും. ഈ ലോകം ദുഷ്ടന്മാരുടേതാണോ? ദൈവം അന്ധനാണോ? നീതി മരിച്ചോ? ഈ ചോദ്യങ്ങൾ നിങ്ങളെ ഉറക്കമില്ലാത്ത രാത്രികളിലേക്ക് തള്ളിവിടാറുണ്ടോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നമുക്കൊരു കഥയിലേക്ക് പോകാം. രഘുവും വിനുവും. ഒരു ഗ്രാമത്തിൽ ഒരേ സാഹചര്യത്തിൽ വളർന്ന 2 സുഹൃത്തുക്കൾ. രഘുവിന്റെ അച്ഛൻ അവനെ പഠിപ്പിച്ചത്: കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന 1 രൂപയ്ക്ക് 1000 രൂപയുടെ വിലയുണ്ട്. രഘു അതൊരു വേദവാക്യമായി സ്വീകരിച്ചു. അവൻ ഒരു ചെറിയ കൃഷിത്തോട്ടം തുടങ്ങി. വെയിലത്തും മഴയത്തും അവൻ ആ മണ്ണിൽ വിയർപ്പൊഴുക്കി. ചിലപ്പോൾ കൃഷി നശിച്ചു, ചിലപ്പോൾ ലാഭം കിട്ടിയില്ല. എങ്കിലും അവൻ ആരെയും പറ്റിച്ചില്ല. തന്റെ കൂടെ പണിയെടുക്കുന്നവർക്ക് കൂലി കൊടുക്കാൻ സ്വന്തം ആഭരണം പണയം വെക്കേണ്ടി വന്നപ്പോഴും അവൻ ആ തത്വം മുറുകെ പിടിച്ചു. എന്നാൽ വിനു മറ്റൊരു പാതയിലാണ് സഞ്ചരിച്ചത്. അവന് മണ്ണിൽ പണിയെടുക്കാൻ താൽപ്പര്യമില്ലായിരുന്നു. അവന് പെട്ടെന്ന് പണക്കാരനാകണം. അവൻ റിയൽ എസ്റ്റേറ്റ് രംഗത്തേക്കിറങ്ങി. തുടക്കത്തിൽ അവൻ ചെറിയ കള്ളങ്ങൾ പറഞ്ഞു. പിന്നീട് അത് വലിയ ചതികളായി മാറി. പാവപ്പെട്ടവരുടെ ഭൂമി തുച്ഛമായ വിലയ്ക്ക് വാങ്ങി മറിച്ചുവിറ്റു. രേഖകളിൽ തിരിമറി നടത്തി. അധികാരമുള്ളവരെ കൈക്കൂലി കൊടുത്ത് വശത്താക്കി. വെറും 5 വർഷം കൊണ്ട് വിനു ആ നാട്ടിലെ വലിയ പ്രമാണിയായി. പഴയ സുഹൃത്തായ രഘുവിനെ അവൻ എല്ലാവരുടെയും മുൻപിൽ പരിഹസിച്ചു. രഘു, നീ ഇപ്പോഴും ആ മണ്ണിൽ തന്നെ കിടക്കുകയാണോ? എനിക്കുവേണ്ടി പണിയെടുക്കാൻ വരുന്നോ? നിന്റെ ഈ സത്യസന്ധത കൊണ്ട് നിനക്കെന്തു കിട്ടി? രഘു മറുപടിയൊന്നും പറഞ്ഞില്ല. പക്ഷെ അവന്റെ ഉള്ളിൽ ഒരു നീറ്റലായിരുന്നു. വിനുവിന്റെ വളർച്ച കണ്ടു ഗ്രാമവാസികൾ പറഞ്ഞത് ഭാഗ്യം വിനുവിനോടൊപ്പമാണ് എന്നാണ്. രഘുവിന്റെ മകൾക്ക് അസുഖം ബാധിച്ചപ്പോൾ ആശുപത്രിയിൽ പണമടയ്ക്കാൻ അവന് പണമില്ലായിരുന്നു. അന്ന് വിനു തന്റെ പുതിയ ബെൻസ് കാറിൽ രഘുവിന്റെ വീടിനു മുന്നിലെ പൊടി പറത്തിപ്പോയപ്പോൾ രഘു ചിന്തിച്ചു, എന്റെ അച്ഛൻ പഠിപ്പിച്ചത് തെറ്റായിരുന്നോ? ചതിയല്ലേ യഥാർത്ഥ വിജയം? കാലം കടന്നുപോയി. 10 വർഷം. വിനുവിന്റെ സാമ്രാജ്യം ഇതാ ആകാശം തൊടുന്നു. അവൻ വിദേശ രാജ്യങ്ങളിൽ നിക്ഷേപം നടത്തി. പക്ഷേ അവന്റെ ഉള്ളിൽ ഒരു ഭയം വളരുന്നുണ്ടായിരുന്നു. അവന്റെ ഓരോ വളർച്ചയും ചതിയുടെ അടിത്തറയിലായിരുന്നു. അവൻ ചതിച്ചവരുടെ ശാപം അവന്റെ ചുറ്റുമുണ്ടായിരുന്നു. രാത്രികളിൽ അവന് ഉറക്കം നഷ്ടപ്പെട്ടു. മരുന്നുകളില്ലാതെ അവന് ഉറങ്ങാൻ കഴിയില്ല എന്ന അവസ്ഥയായി. മറുവശത്ത് രഘു തന്റെ സത്യസന്ധത കൊണ്ട് നാട്ടുകാരുടെ വിശ്വാസം നേടിയെടുത്തു. അവന് വലിയ കൊട്ടാരമില്ലായിരിക്കാം, പക്ഷേ ആ നാട്ടിലെ എല്ലാവർക്കും അവനെ വിശ്വാസമായിരുന്നു. അവൻ തന്റെ കൃഷി ഒരു ചെറിയ സഹകരണ സംഘമാക്കി മാറ്റി. ഒടുവിൽ ആ ദിവസം വന്നു. വിനു ചെയ്ത വലിയൊരു സാമ്പത്തിക തട്ടിപ്പ് പുറത്തുവന്നു. നിയമത്തിന്റെ കൈകൾ അവനെ തേടിയെത്തി. അവൻ വിശ്വസിച്ച ഉദ്യോഗസ്ഥർ അവനെ കൈവിട്ടു. അവന്റെ സമ്പാദ്യങ്ങളെല്ലാം സർക്കാർ കണ്ടുകെട്ടി. അവന്റെ ആഡംബര വീട്ടിൽ നിന്നും അവൻ ഇറക്കിവിടപ്പെട്ടു. ഒടുവിൽ വിനുവിന്റെ കൂടെ ആരും ബാക്കിയുണ്ടായില്ല. അവനുണ്ടാക്കിയ പണമൊന്നും അവനെ രക്ഷിക്കാൻ വന്നില്ല. എന്നാൽ രഘു തന്റെ 10 വർഷത്തെ അധ്വാനം കൊണ്ട് ഇന്നാ ഗ്രാമത്തിലെ ഏറ്റവും മാന്യനായ വ്യക്തിയാണ്. അവന് കോടികളില്ലായിരിക്കാം, പക്ഷെ അവന് കടങ്ങളില്ല. അവനാരെയും ഭയമില്ല. അവന് നഷ്ടപ്പെടാനൊന്നുമില്ല. കാരണം അവൻ നേടിയതെല്ലാം സ്വന്തം അധ്വാനം കൊണ്ടായിരുന്നു. രഘുവിന്റെയും വിനുവിന്റെയും കഥയിലൂടെ നമ്മൾ കണ്ടത് ജീവിതത്തിന്റെ ഒരു ചെറിയ പരിച്ഛേദം മാത്രമാണ്. ഇതിന്റെ പൊരുൾ മനസ്സിലാക്കാൻ നമുക്ക് ഭാരതം കണ്ട ഏറ്റവും വലിയ ബുദ്ധിമാനായ ആചാര്യ ചാണക്യന്റെ ഉപദേശം കേൾക്കാം. 1. പാപത്തിന്റെ പാത്രം. ചാണക്യൻ പറയുന്നു, നമ്മൾ ഓരോരുത്തരും നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട് ഒരു പാത്രം നിറയ്ക്കുകയാണ്. ദുഷ്ടനായ മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ അത് ഉടനടി ഫലം നൽകില്ല. അവന്റെ പാത്രത്തിൽ ആ പാപങ്ങൾ ഓരോന്നായി വീണുകൊണ്ടിരിക്കും. അവൻ വിചാരിക്കും താൻ രക്ഷപ്പെട്ടു എന്ന്. പക്ഷേ
പ്രകൃതി ആ പാത്രം നിറയുന്നതുവരെ കാത്തിരിക്കുകയാണ്. ആ പാത്രം നിറഞ്ഞു കവിയുന്ന ആ നിമിഷം അവന്റെ തകർച്ച തുടങ്ങും. ആ തകർച്ചയിൽ നിന്നും അവനെ രക്ഷിക്കാൻ പ്രപഞ്ചത്തിലെ ഒരു ശക്തിക്കും കഴിയില്ല. 2. വിളക്കണയുന്നതിന് മുൻപുള്ള പ്രകാശം. ഒരു വിളക്കണയാൻ പോകുന്നതിന് തൊട്ടുമുൻപ് അത് സാധാരണയേക്കാൾ കൂടുതൽ പ്രകാശത്തോടെ ആളിക്കത്തും. ദുഷ്ടന്മാരുടെ വളർച്ചയും ഇതുപോലെയാണ്. അവരുടെ അന്ത്യമടുക്കുമ്പോൾ അവർ ലോകത്തിനു മുൻപിൽ വലിയ പ്രതാപത്തോടെ നിൽക്കും. ആ പ്രകാശം കണ്ട് നിങ്ങൾ അമ്പരക്കരുത്. അത് ഒരു അവസാനത്തിന്റെ സൂചനയാണ്. 3. വീഴ്ചയുടെ ആഘാതം. ചാണക്യന്റെ ഒരു രഹസ്യമുണ്ട്. എന്തിനാണ് പ്രകൃതി ദുഷ്ടന്മാരെ ഇത്രയധികം ഉയരത്തിലെത്തിക്കുന്നത്? ഉത്തരം ലളിതമാണ്. നിങ്ങൾ തറയിൽ കിടക്കുമ്പോൾ വീണാൽ നിങ്ങൾക്ക് പരിക്കേൽക്കില്ല. എന്നാൽ നിങ്ങൾ ഒരു കൊട്ടാരത്തിന്റെ മുകളിൽ നിന്നും വീണാൽ നിങ്ങളുടെ എല്ലുകൾ പൊടിഞ്ഞുപോകും. ദുഷ്ടന്മാർക്ക് പ്രകൃതി നൽകുന്ന ഏറ്റവും വലിയ ശിക്ഷയാണ് ഈ വളർച്ച. അവർ എത്രത്തോളം ഉയരത്തിലെത്തുന്നുവോ അത്രത്തോളം ഭീകരമായിരിക്കും അവരുടെ വീഴ്ച. 4. ശത്രുവിനുള്ള ശിക്ഷ. നിങ്ങളെ ചതിച്ചവനോട് നിങ്ങൾ പ്രതികാരം ചെയ്യാൻ പോയാൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ കൂടി മലിനമാക്കുകയാണ്. ചാണക്യൻ പറഞ്ഞു, ശത്രുവിന് നൽകാവുന്ന ഏറ്റവും വലിയ മറുപടി നിശബ്ദതയും നിങ്ങളുടെ വളർച്ചയുമാണ്. നിങ്ങൾ നന്മയുടെ പാതയിൽ വിജയിക്കുന്നത് കാണുന്നതാണ് നിങ്ങളുടെ ശത്രുവിന് ലഭിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ. പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ ഇവിടെ അവസാനിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ചോദ്യങ്ങൾക്കും ഒരു ഉത്തരം കിട്ടിക്കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദുഷ്ടന്മാരുടെ താൽക്കാലികമായ ആഡംബരം കണ്ട് നിങ്ങളുടെ സത്യസന്ധത കൈവെടിയരുത്. നിങ്ങൾ ചെയ്യുന്ന ഓരോ നല്ല കാര്യവും, നിങ്ങൾ സഹിക്കുന്ന ഓരോ വേദനയും പ്രപഞ്ചം കാണുന്നുണ്ട്. രഘുവിനെപ്പോലെ ക്ഷമയോടെ കാത്തിരിക്കുക. നിങ്ങളുടെ നല്ല കാലം വരിക തന്നെ ചെയ്യും. അത് പന പോലെ വേഗത്തിൽ വളരുന്ന ഒന്നായിരിക്കില്ല, മറിച്ച് ഒരു ആൽമരം പോലെ ഉറപ്പുള്ളതായിരിക്കും.